ഷിജോ വെട്ടിക്കുഴയാണ് ഇന്നും പത്രവാർത്തകൾ അവതരിപ്പിക്കാൻ എനിക്കൊപ്പം ഉള്ളത്. ഷിജോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. എന്തൊക്കെയാണ് ഷിജോ പത്രവിശേഷങ്ങൾ? ഇന്ന് വാർത്താ വൈവിധ്യം എന്ന് പറയാം. പത്രങ്ങളിൽ പല നിലയ്ക്കുള്ള വാർത്തകൾ പല രീതിയിൽ കാണാൻ കഴിയുന്നുണ്ട്. പത്രങ്ങളിൽ മലയാള മനോരമയിൽ നിന്ന് തുടങ്ങാം. മലയാള മനോരമ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് മുൻപേജിൽ എടുത്തു കാട്ടുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടാണ്. ആ കേസ് പാളി എന്ന തലക്കെട്ടിൽ നൽകുന്നൊരു റിപ്പോർട്ടാണ്. വലിയ സന്തോഷത്തിൽ മലയാള മനോരമ ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. സ്വർണ്ണക്കൊള്ളയിൽ പ്രതിരോധത്തിലായ ഇടതുമുന്നണി കോൺഗ്രസിനെതിരെ ഉയർത്തിയ ആരോപണം ആ കേസ് പാളി എന്ന തലക്കെട്ടിൽ നൽകുന്നു മലയാള മനോരമ. അതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: ശബരിമല ക്ഷേത്രത്തിൽ 2017 നടന്ന സ്വർണ്ണ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകളൊന്നുമില്ലെന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സംസ്ഥാന വിജിലൻസ് ത്വരിത അന്വേഷണത്തിൽ കണ്ടെത്തി എന്നുള്ളതാണ് വാർത്ത. റിപ്പോർട്ട് സ്വീകരിച്ച് ജസ്റ്റിസ് വി വിജയരാഘവൻ, ജസ്റ്റിസ് വി ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ച് കേസിലെ നടപടികൾ അവസാനിപ്പിച്ചു എന്നാണ് ഈ വാർത്തയുടെ ഉള്ളടക്കം. ഇതേസമയം തന്നെ ഒരു ബോക്സിൽ നൽകുന്നു: തന്ത്രിക്കെതിരായ നീക്കവും പാളി എന്ന തലക്കെട്ടിൽ. തന്ത്രി കണ്ഠര രാജീവർക്ക് പഴയ കൊടിമരത്തിന് മുകളിലെ വാജി വാഹന ശില്പം ആചാരപരമായി കൈമാറിയതിനെതിരെയും CPIM-ഉം LDF-ഉം ആരോപണം ഉന്നയിച്ചിരുന്നു. അന്നത്തെ ബോർഡ് വാജി വാഹനവും രഹസ്യമായി തന്ത്രിക്ക് നൽകിയെന്നായിരുന്നു ആരോപണം. ആ ബോർഡിലെ CPM അംഗം K രാഘവനും താനത് അറിഞ്ഞിരുന്നില്ല എന്ന് അവകാശപ്പെട്ടിരുന്നു. ആ നീക്കവും പാളി, തന്ത്രിക്കെതിരായ നീക്കവും പാളി എന്ന തലക്കെട്ടിൽ വാർത്ത നൽകുകയാണ്. മറ്റൊന്ന്, ഇന്ത്യൻ ടീമാണെങ്കിലും കടക്ക് പുറത്ത് എന്ന തലക്കെട്ടിൽ കൊച്ചിയിൽ നിന്നും ഒരു വാർത്ത നൽകുന്നുണ്ട് മുൻപേജിൽ മലയാള മനോരമ. മറ്റു പത്രങ്ങൾക്കും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇത്. അതിൻ്റെ ഉള്ളടക്കം എങ്ങനെയാണ്? വാടകയാണ് പ്രധാനം. ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമാണെങ്കിലും പണം മുൻകൂർ തന്നില്ലെങ്കിൽ പടിക്ക് പുറത്ത് രാജ്യാന്തര മത്സരം കളിക്കാൻ കൊച്ചിയിലെത്തിയ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ പരിശീലനത്തിനായി കല്ലൂർ നെഹ്റു സ്റ്റേഡിയത്തിൽ പ്രവേശിപ്പിക്കാതെ ഉടമകളായ GCDA വിശാല വികസന കൊച്ചി അതോറിറ്റി എന്നുള്ളതാണ് വാർത്ത. 31 കല്ലൂർ സ്റ്റേഡിയത്തിൽ ഹോങ്കോങ്ങിനെതിരായ AFC ഏഷ്യൻ കപ്പ് ഫുട്ബോൾ മത്സരത്തിനെത്തിയ ഇന്ത്യൻ ടീമിനാണ് ഈ ദുരനുഭവം എന്ന് മലയാള മനോരമ മുൻപേജിൽ വാർത്ത നൽകുന്നു. മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങൾക്കും ഇത് പ്രധാനപ്പെട്ട വാർത്തയാണ്. അതേസമയം മാതൃഭൂമി മുൻപേജിൽ നൽകുന്ന പ്രധാനപ്പെട്ട വാർത്ത യുദ്ധവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ്. ഹോർമുസ് കടന്ന് ഇന്ത്യ എന്ന തലക്കെട്ടിലാണ് ഈ വാർത്ത. ഇസ്രായേൽ US സഖ്യം ഫെബ്രുവരി 28 തുടക്കമിട്ട ആക്രമണത്തിനുള്ള തിരിച്ചടിയായി അടച്ച ഹോർമുസ് കടലിടുക്കിൽ കൂടി ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാഖ്, ചൈന, റഷ്യ തുടങ്ങിയ സുഹൃത്ത് രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് യാത്രാ അനുമതി നൽകിയിട്ടുണ്ടെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞു എന്നുള്ളതാണ് ഈ വാർത്തയുടെ കാതൽ. ഇതോടൊപ്പം ചേർത്ത് വെക്കുന്ന മറ്റ് ചില വിവരങ്ങൾ കൂടിയുണ്ട്. അസംസ്കൃത എണ്ണ വില $100 മുകളിൽ എന്നുള്ള ഒരു വിവരമാണ്. ഇതോടൊപ്പം തന്നെ പെട്രോൾ ഡീസൽ വില കുത്തനെ കൂട്ടി നയാര എന്ന വിശദാംശങ്ങളും ഇതോടൊപ്പം ചേർത്ത് വെക്കുന്നുണ്ട്. ഇറാൻ നാവികസേന കമാൻഡറെ ഇസ്രയേൽ വധിച്ചു എന്നുള്ള വിശദാംശങ്ങളും നമുക്ക് ആ വാർത്തയിൽ കാണാൻ കഴിയുന്നുണ്ട്. മാധ്യമത്തിൻ്റെ മുൻ പേജിലേക്ക് എത്തുമ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കാണ് വലിയ പ്രാധാന്യം നൽകുന്നത്. ഇനി ഫൈറ്റ് മൂഡ് എന്ന തലക്കെട്ട് നൽകിക്കൊണ്ടാണ് ഈ റിപ്പോർട്ടിനെ അവർ ഹൈലൈറ്റ് ചെയ്യുന്നത്. 890 സ്ഥാനാർത്ഥികൾ എന്നുള്ളതാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസത്തിന് ശേഷമുള്ള കണക്കുകളാണ് മാധ്യമം അവതരിപ്പിക്കുന്നത്. 95 പേർ പത്രിക പിൻവലിച്ചു. കൂടുതൽ സ്ഥാനാർത്ഥികൾ കൊടുവള്ളിയിൽ എന്നുള്ളതാണ് വാർത്ത. ഇതോടൊപ്പം ചേർത്ത് വെക്കുന്നു പൊളിറ്റിക്കലായിട്ടുള്ള, രാഷ്ട്രീയമായിട്ടുള്ള ചില വിശദാംശങ്ങൾ കൂടി. ഡീലിൽ പെട്ടിടത് എന്ന തലക്കെട്ട് നൽകിക്കൊണ്ടാണ് ഈ വാർത്ത നൽകുന്നത്. പ്രതിരോധിക്കാൻ മറു ഡീൽ ആരോപണം എന്നും മാധ്യമം പറയുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ ഉൾപേജിലാണ് രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മാധ്യമം ഇത് നൽകിയിരിക്കുന്നത്. കേരള കൗമുദിയുടെ മുൻപേജ് എത്തുമ്പോൾ പെട്രോളിൽ വേണം ജാഗ്രത എന്ന തലക്കെട്ടിലുള്ള വാർത്തയ്ക്കാണ് അവർ വലിയ പ്രാധാന്യം നൽകുന്നത്. മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തും എന്നും പറയുന്നു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യം ഉളവാക്കുന്ന പ്രത്യാഘാതങ്ങളും അത് തരണം ചെയ്യാനുള്ള പദ്ധതികളും ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാരുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഉള്ളടക്കം. നമ്മൾ നേരത്തെ കണ്ട ക്രൂഡ് ഓയിൽ വില കൂടി എന്നതും നയാര വില കൂട്ടിയതടക്കമുള്ള വിശദാംശങ്ങളും കേരള കൗമുദിക്കും ഇന്ന് മുൻപേജിലെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഉൾപേജുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു പ്രസ്താവന പ്രധാനപ്പെട്ടതായി മാതൃഭൂമി ഇന്ന് എടുത്തു കാട്ടുന്നതാണ്. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: പിരിച്ച തുക അവർ കൊള്ളയടിച്ചു പിണറായി വിജയൻ എന്ന തലക്കെട്ടിലാണ്. ഉള്ളടക്കം ഇങ്ങനെ: മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി പിരിച്ച പണം എത്ര എന്ന ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് ഇന്നലെയും മറുപടി പറയാതെ ഒഴിഞ്ഞു മാറിയെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എത്ര പണം പിരിച്ചു എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായ കണക്കുണ്ട് എന്ന് പറയുകയാണ്
അല്ല വേണ്ടത്. അതെത്ര എന്ന്, ഏത് ബാങ്കിലാണ് ആ പണമുള്ളത് എന്നുമാണ് കേരളം മറുപടിയായി ആഗ്രഹിക്കുന്നത്. മറുപടി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ പണവും കൊള്ളയടിച്ചു എന്നാണ് അർത്ഥം എന്ന് പിണറായി വിജയൻ പറയുന്നു. UDF അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ ഉൾപ്പെടെ 5 മിഷനുകളും നിർത്തലാക്കുമെന്ന് M. ഹസൻ പറഞ്ഞു. ക്ഷേമ പെൻഷൻ ഖജനാവ് തകർക്കുമെന്ന് ഉമ്മൻചാണ്ടിയും പെൻഷൻ കൊടുക്കുന്ന അഴിമതിയാണെന്ന് KC വേണുഗോപാലും പറയുമ്പോൾ UDFിൻ്റെ നയം വ്യക്തമാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. മാതൃഭൂമിയാണ് ഇത് നൽകിയിരിക്കുന്നത്. കേരള കൗമുദിയിലേക്ക് എത്തുമ്പോൾ BJP നേതാവ് K. സുരേന്ദ്രൻ്റെ ഒരു അഭിമുഖം അവർ എടുത്തുകാട്ടുന്നു. ഡീലുള്ളത് കോൺഗ്രസും CPIM-ഉം തമ്മിൽ എന്നുള്ളതാണ് അഭിമുഖത്തിൽ ഇദ്ദേഹം പറയുന്നത്. K. സുരേന്ദ്രൻ്റെ സിംഹഗർജനം കേൾക്കുന്നില്ലല്ലോ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി, എല്ലാ കാലത്തും പാർട്ടി പറയുന്നത് അനുസരിക്കുന്ന പ്രവർത്തകനാണ് താൻ. ഇത്തവണ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് മഞ്ചേശ്വരം പിടിച്ചെടുക്കുക എന്ന ദൗത്യമാണ്. 2 തവണയായി അവിടെ പരാജയപ്പെട്ട വോട്ടുകളുടെ എണ്ണം നിങ്ങൾക്കറിയാമല്ലോ എന്ന് അദ്ദേഹം പറയുകയാണ്. എന്താവും തെരഞ്ഞെടുപ്പ് ഫലം എന്ന ചോദ്യത്തിന് ഇരു മുന്നണികൾക്കും ഭരിക്കാൻ ഭൂരിപക്ഷം കിട്ടില്ല, NDA നിർണായക ശക്തിയാകുമെന്നും സുരേന്ദ്രൻ പറയുന്നു. മഞ്ചേശ്വരത്ത് CPIM BJP ഡീലിൽ അല്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. CPIM തന്നെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. VD സതീശനെ ഇറക്കിവിടുന്ന പ്രചാരണമല്ലേ ഡീൽ വിവാദം? കേരളത്തിൽ രാഷ്ട്രീയമായി ശത്രുപക്ഷത്ത് നിൽക്കുന്ന പാർട്ടികളാണ് CPIM-ഉം BJP-യും എന്നാണ് മറുപടി നൽകുന്നത്. ഇനി മംഗളത്തിൻ്റെ ഉൾപേജ് എത്തുമ്പോൾ വികസനം ചർച്ചയാക്കും, തന്ത്രം മാറ്റി കളം പിടിക്കാൻ മുഖ്യമന്ത്രി എന്ന തലക്കെട്ടിൽ ഒരു വാർത്ത നൽകുന്നുണ്ട്. UDFിൻ്റെ പ്രചാരണ തന്ത്രങ്ങളിൽ വീഴാതെ വികസനം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ തന്ത്രവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഉള്ളടക്കം. വീക്ഷണം കോൺഗ്രസിൻ്റെ മുഖപത്രത്തിലേക്ക് എത്തുമ്പോൾ അവർ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മുഖ്യമന്ത്രി പറയട്ടെ ഈ കേസുകൾ എങ്ങനെ ആവിയായി പോയി എന്നുള്ളതാണ്. BJP CPIM ഡീലിൻ്റെ ആരോപണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നൽകുന്നത്. പിണറായി വിജയൻ പ്രതിക്കൂട്ടിലായ SNC ലാവലിനടക്കമുള്ള കേസുകളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. വീണ വിജയൻ പ്രതിയായ എക്സലോജിക്ക് അടക്കമുള്ള മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും ഉയർന്ന കേസുകളുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉന്നയിക്കുന്ന ഈ കേസുകൾ എങ്ങനെ ആവിയായി പോയി എന്ന് വീക്ഷണം. ചന്ദ്രിക എത്തുമ്പോൾ സർക്കാർ നാടകം പൊളിഞ്ഞു എന്ന തലക്കെട്ടിൽ ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കേസ് അവർ ഉയർത്തിക്കാട്ടുകയാണ്. കേസ് ഇല്ലാതായി എന്നുള്ളതാണ്. സർക്കാർ ശ്രമിച്ചത് UDF ഭരണസമിതിയെ പ്രതിക്കൂട്ടിലാക്കാൻ എന്നാണ് വീക്ഷണം പറയുന്നത്. ദേശാഭിമാനി എടുത്ത് പരിശോധിക്കുമ്പോഴും പ്രധാനപ്പെട്ട വാർത്തയാകുന്നത് സതീശൻ വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി എന്ന തലക്കെട്ടിൽ നൽകുന്ന വാർത്തയാണ്. പറവൂരിലെ ഡീൽ എന്ത് എന്ന തലക്കെട്ടിൽ ഉള്ള വാർത്തയാണ്. ഗോൾവൽക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ VD സതീശൻ വിളക്ക് കൊളുത്തുന്ന മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ പങ്കുവച്ച ചിത്രമടക്കം നൽകിക്കൊണ്ടാണ് ഈ വാർത്ത നൽകുന്നത്. RSS ബന്ധവുമായി ബന്ധപ്പെട്ട് VD സതീശനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അത് ഇന്നലെ കൂടുതൽ ശക്തമാകുന്ന കാഴ്ചയാണ് നൽകുന്നത്. അതിലെ പറവൂരിലെ ഡീൽ എന്ത് എന്ന മുഖ്യമന്ത്രിയുടെ ആരോപണം ഹൈലൈറ്റ് ചെയ്യുന്നു ദേശാഭിമാനി. ഇംഗ്ലീഷ് പത്രങ്ങൾ പരിശോധിക്കുമ്പോൾ യുദ്ധമാണ് പ്രധാനപ്പെട്ട വാർത്തയായി അവർ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ ഹിന്ദു എടുത്ത് പരിശോധിക്കുമ്പോൾ ഇറാൻ ഗ്രാൻസ് ഹോർമുസ് പാസേജ് ടു ഇന്ത്യ ആൻഡ് 4 other nations എന്ന തലക്കെട്ടിൽ വാർത്ത നൽകുകയാണ്. ഇന്ത്യ സുഹൃത്ത് രാജ്യമാണ്. ഇന്ത്യ അടക്കം 4 രാജ്യങ്ങൾക്ക് ഹോർമുസ് കടക്കാം, രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഹോർമുസ് കടക്കാം എന്നുള്ള ഇറാൻ്റെ പ്രസ്താവന പത്രങ്ങൾ പ്രധാനപ്പെട്ട വാർത്തയായി എടുത്ത് കാട്ടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവിശേഷങ്ങൾ. സേതു.